കുഞ്ഞിന്റെ കാര്യം തലേ വന്ന് പെട്ടതുപോലെ തന്നെയാ ഇക്കാര്യവും. 7-8 കല്യാണങ്ങൾക്കുള്ള സദ്യ ഏറ്റിട്ടാ ഈശ്വര പിള്ളച്ചേട്ടൻ പൊടിയും തട്ടിയങ്ങ് പോയത്. അപ്പോ ഞങ്ങൾ തമ്മിലുള്ള ഇരിപ്പോഷം വെച്ചിട്ട് എല്ലാരും എന്നോടാ ചോദിക്കുന്നത് എന്താ വേണ്ടെന്ന്. അപ്പൊ ഉണ്ണി തന്നെ ചേട്ടച്ച തന്നെ പറ എന്താ വേണ്ടേ. എന്താ വേണ്ടെന്ന് വെച്ചാ എരിശ്ശേരിയുമായിട്ട് ആലോചിച്ചിട്ട് തീരുമാനിക്കാം. അയാളെ ഏർപ്പെടുത്തിയാൽ ശരിയാവില്ല. മുഴുവൻ പുളിശ്ശേരിയായി കളയും. ഈ വെളിച്ചെണ്ണയ്ക്ക് പകരം ചാരായ ഒഴിച്ച് കടുക് വറുക്കുന്ന അയാള്. എന്റെ പൊന്നു വാര്യർ സാറേ, ഈ ചേട്ടച്ചനോട് ഒന്ന് പറ, ഈശ്വര പിള്ളച്ചേട്ടൻ അഡ്വാൻസ് വാങ്ങിയിട്ടുള്ള കല്യാണ സദ്യയൊക്കെ നടത്തി കൊടുക്കാൻ. ഈ വർമ്മ സാറിന്റെ മോളുടെ കല്യാണം മറ്റന്നാളാണ്. അത് തന്നെയാ ഇവിടെ പറഞ്ഞോണ്ടിരിക്കുന്നത്. പക്ഷെ എന്തൊക്കെയായിട്ട് ഉണ്ണിക്ക് എങ്ങനെയല്ല അതേ നാവി വരും. ഇയാൾക്ക് അങ്ങോട്ടൊരു ധൈര്യം വരുന്നില്ല. വർമ്മ സാറ് പേടിക്കണ്ട, ഈശ്വര പിള്ളച്ചേട്ടന്റെ സ്ഥാനത്ത് ഉണ്ണിയച്ഛൻ ഉണ്ടാവും, ചേട്ടച്ചൻ ഉണ്ടാവും. ബാക്കി കാര്യം ഞാൻ ഏറ്റു. എന്നെ കൂടെ പുകയ്ക്കരുത്. പുകഞ്ഞാലും നമ്മൾ നാറത്തില്ല, അതിലെനിക്ക് ധൈര്യമുണ്ട്. വർമ്മ സാറ് പൊയ്ക്കോ. ഈശ്വര പിള്ളച്ചേട്ടൻ ഇല്ലാന്ന് വിചാരിച്ചിട്ട് ബേജാറാവണ്ട. ഈ ചേട്ടച്ചൻ ഈശ്വര പിള്ളച്ചേട്ടൻ തന്നെയാ. അതെ, അത് തന്നെയാ കൈപുണ്യം. മക്കളായാൽ ഇങ്ങനെ തന്തയ്ക്ക് പറക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടാ. വരട്ടെ. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്റെ മോളെ? ഉണ്ണി, ഉണ്ണി. ആഹാ, ഞാൻ വിളിച്ചൊന്നും ഉണ്ണി കേട്ടില്ലേ? എനിക്ക് പഴയ പോലെ മീരെ ഫേസ് ചെയ്യാൻ വയ്യ. എത്ര നാളായി ഒന്ന് കണ്ടിട്ട്. ഫേസ് ചെയ്യാനാ ഞാൻ വന്നത്. നമുക്കിടയിൽ ഇപ്പോൾ ഒരുപാട് ബാധ്യതകളുണ്ട് മീര. ഈ കുഞ്ഞ്, 1 ലക്ഷം രൂപ, പിന്നെ ഞാനിപ്പോൾ ഒരു അടുപ്പി തീ കൂട്ടാൻ പോവാ. എവിടെയാ? എന്റെ മനസ്സിലാണോ? മോക്ക് പേരിട്ടോ? ഇല്ല. ഞാനൊരെണ്ണം കണ്ടുവച്ചിട്ടുണ്ട്. എനിക്ക് പഴയ നാടൻ പേരാ ഇഷ്ടം. എനിക്കറിയാം. എന്നാ പറ. മീരാന്നോ? മീനാക്ഷി. മീനാക്ഷി. മീനാക്ഷി കൊള്ളാം, എനിക്കിഷ്ടായി. നമ്മുടെ മോക്കിടാനിരുന്ന പേരാ. മീനാക്ഷി, ഇതാരാ നോക്കി? ഉണ്ണിയുടെ കയ്യിലെ കുഞ്ഞിനെ കാണുമ്പോ എനിക്ക് അസൂയ തോന്നുന്നു. കുറച്ചു കഴിയുമ്പോ അതിന് ദേഷ്യം. ഉണ്ണി എന്തായി പറയുന്നേ? മീരപ്പയ്ക്കോ? ഉണ്ണി, ഞാൻ വേറൊന്നും ഉദ്ദേശിച്ചല്ല. ഇനി എക്സ്പ്ലനേഷൻസ് ഒന്നും വേണ്ട. ഞാൻ പറഞ്ഞത് അത്ര കാര്യമാക്കുകയും വേണ്ട. ഉണ്ണി അച്ഛനെ ഒന്ന് കാണണം. എന്തിനാ? 1 ലക്ഷം അല്ല ഉണ്ണി, 1 ആയുസ്സാ വലുത്. കാണൂ. കാണാം. ചില ഊരാക്കുടുക്കുകളിൽപ്പെട്ട് അനങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഞാൻ. നമ്മൾ വിചാരിച്ചാൽ ചില കുരുക്കുകളൊക്കെ അഴിക്കാൻ കഴിയും. ഇന്നലെ തന്റെ ചേട്ടനും ഒരു ഭാര്യരും കൂടെ എന്നെ കാണാൻ വന്നിരുന്നു. എന്തിനാണെന്ന് തനിക്ക് ഊഹിക്കാമല്ലോ. അവരോട് ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, ആലോചിക്കാമെന്ന് പറഞ്ഞു. ഞാൻ അറിയാതെയാണ് സാർ. അതെനിക്ക് മനസ്സിലായി. അതല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഒരു കല്യാണത്തെ പറ്റി പെട്ടെന്ന് ആലോചിക്കാൻ പറ്റിയ ഒരവസ്ഥയിലല്ല സാർ ഞാൻ. എനിക്കറിയാം. പക്ഷേ ഞാനും ഉണ്ണിയും വിചാരിച്ചാൽ നമുക്ക് മീരയെ രക്ഷിക്കാം. അച്ഛൻ വന്ന് ചോദിച്ചപ്പോ 1 ലക്ഷം രൂപ ഞാൻ കൊടുത്തത് സ്ത്രീധനമായിട്ടല്ല, ഉണ്ണിയോടുള്ള സോഫ്റ്റ് കോർണർ കൊണ്ട് എനിക്കാവുന്ന ഒരു സഹായം ചെയ്തു. ദാറ്റ്സ് ഓൾ. എന്ന് വെച്ച് അതൊരു കടമായിട്ടോ ബാധ്യതയായിട്ടോ കരുതേണ്ടതില്ല. ഇനിയും തനിക്ക് ആവശ്യമുണ്ടെങ്കിൽ എത്ര വേണമെങ്കിലും തരാം. തന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. പക്ഷേ മീരയുടെ കാര്യം വരുമ്പോൾ ഞാൻ സ്വാർത്ഥന, സെൽഫിഷ് ലൈക്ക് എനിത്തിങ്. ഉണ്ണിയിൽ നിന്ന് ഉണ്ണി തന്നെ അവളെ പിന്തിരിപ്പിക്കണം. നിങ്ങൾക്കിടയിൽ നിങ്ങളുടേതല്ലാത്ത ഒരു കുഞ്ഞുണ്ടെന്നുള്ളത് പ്രോബ്ലമാണ് ഉണ്ണി. യു കാൻ ഡിനൈ ഇറ്റ്. യു കാൻ എസ്കേപ്പ് ഫ്രം ഇറ്റ്. അവൾ കരയുന്നു. അവൾക്ക് ഉണ്ണിയെ വേണം, മീരയ്ക്ക് മറ്റൊരാളെ കിട്ടും. പക്ഷേ അതിന് ഉണ്ണി തന്നെ വിചാരിക്കും. ഞാൻ അവളെ ഒന്ന് എടുക്കട്ടെ. കരയണ്ട കരയണ്ട കരയണ്ട. ഉണ്ണി,
ഇതാ രക്തബന്ധം എന്ന് പറയുന്നത്. പറിച്ചെറിയാൻ പറ്റില്ല. അനുജത്തിയോട് നിനക്ക് ഇത്ര ഇഷ്ടമാണെങ്കിൽ ഞാനൊരച്ഛനാണ്. എന്റെ കാര്യം ഒന്ന് ഓർത്തു നോക്ക്. എന്റെ നെഞ്ചിടിപ്പ് നിനക്ക് മനസ്സിലാവും. യാചിക്കണമെങ്കിൽ യാചിക്കാം. മീരെ എനിക്ക് വിട്ടുതരണം. കുഞ്ചി നിൽക്കാൻ പറഞ്ഞു. എനിക്ക് ഇങ്ങനോട് കൂടുതലൊന്നും പറയാനില്ല. പെണ്ണാലോചിക്കാൻ നടക്കുന്ന ബ്രോക്കർ പണിയാണല്ലോ, അത് സ്വന്തം അളിയന്മാർക്ക് വേണ്ടിയൊക്കെ ചെയ്താൽ മതി. അതെ. അതിനുവേണ്ടി ഇപ്പൊ കാലം പാടിയാൽ മതി. അല്ല എന്നെ വെറുതെ നന്നാക്കാൻ വേണ്ടി കച്ചേരി ഒന്നും നടത്തണ്ട. എടാ പുല്ലേ, ഇതിപ്പോ നിന്നെ ഓർത്തിട്ട് മാത്രമല്ല, ആ കുഞ്ഞിനോട് വേണ്ടിട്ടാ നടക്കുന്ന നടക്കട്ടെ എന്ന് കരുതി ഞങ്ങൾ റിസ്ക് എടുത്തത്. പോരാത്തിന് നിങ്ങൾ തമ്മിൽ ഇഷ്ടമാണല്ലോ. ആ ഇഷ്ടമാണ്, പക്ഷെ കെട്ടാൻ മനസ്സിലെങ്കിലോ. ഓ, അനിയനെ അനിയത്തിയെ സ്നേഹിക്കുന്ന ഒരു കുടുംബ സ്നേഹി കൂടുതൽ സ്നേഹിക്കില്ലേ, പെണ്ണുമ്പോൾ എടുത്തിട്ട് ചവിട്ടും. സ്വരം നന്നായിരിക്കുമ്പോ പാട്ട് നിർത്തുന്നതാ നല്ലത്. രാമകൃഷ്ണൻ ഇപ്പൊ പോ. എടാ, അച്ഛൻ വാങ്ങിച്ച 1 ലക്ഷം രൂപ തിരിച്ചു കൊടുക്കാൻ നിന്നെ കൊണ്ട് പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ നീ ആ പെണ്ണിനെ കെട്ടണം. അതാ അതിന്റെ ന്യായം. അല്ലാതെ കൊമ്പയിലെ അഭിമാനവും പൊക്കിപ്പിടിച്ച് കുഞ്ഞിന്റെ പേരും പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നതേ ശരിക്കും പറഞ്ഞ പോക്കൃത്തരവാ. ഒന്ന് തന്നെ സ്വന്തം ചേട്ടനാ, വായി തോന്നുന്നു വിളിച്ചു പറയുന്നത് പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല. താനീ കുഞ്ഞിനെ കൂടെ കൊണ്ടുപോയി വളർത്ത്. തനിക്ക് വേണ്ടി അച്ഛൻ കടക്കാരനായത്, അത് വീട്ടാൻ ഞാൻ കെട്ടിക്കൊള്ളാം. താനീ കുഞ്ഞിനെ പിടി, കൊണ്ടുപോയി വളർത്ത്. കൊല്ലി, നീ അതിനെ കരയിക്കാതെ. എന്നോട് തന്നെയുള്ള വെറുപ്പുകൊണ്ട് ഞാൻ എന്തൊക്കെ പറഞ്ഞു. കണ്ണി ചോരയില്ലാതെ ഓരോന്ന് പറഞ്ഞ ആ ചേട്ടച്ചനെ വിഷമിപ്പിക്കരുത്. ആ കുഞ്ഞെന്ന് വെച്ചാ അയാൾക്ക് ജീവനാ. നമ്മൾ ഈ കല്യാണം ആലോചിച്ചത് തന്നെ തെറ്റ്. ഉണ്ണി എന്തിനാ അച്ഛനോട് കള്ളം പറഞ്ഞത്? കുഞ്ഞിന് നല്ല സുഖമില്ല, എനിക്ക് പോണം. പൊയ്ക്കോ. പക്ഷെ എനിക്കതറിയണം, ഉണ്ണി പറഞ്ഞ വിവാഹം കഴിക്കില്ലെന്ന്. എന്താ ഇപ്പൊ വേണ്ടത്? എനിക്കതറിയണം. പറഞ്ഞോ? പറഞ്ഞു. വിശ്വസിക്കാൻ പ്രയാസമാണെങ്കിൽ നേരിട്ട് തന്നെ പറയാം. വിവാഹം കഴിക്കാൻ സാധ്യമല്ലെന്ന് ഞാൻ പറഞ്ഞു. നിന്റെ അച്ഛൻ എന്നെ വിലക്കെടുക്കാൻ നോക്ക. പക്ഷെ എനിക്ക് എന്റെ ഈ മീനാക്ഷിയെ വലുത്. നിന്നെ അല്ല ഏത് പെണ്ണെ ഞാൻ കെട്ടിയാലും എനിക്ക് ഇവളെ നഷ്ടപ്പെടും. നിനക്കൊക്കെ കുഞ്ഞുങ്ങളുണ്ടാവുമ്പോ എന്റെ മീനാക്ഷിയെ വെറുക്കും. ഇവളൊരു ശല്യമായി തീരും. അല്ലെങ്കിൽ തന്നെ നീ എന്നോട് പറഞ്ഞില്ലേ ഇവളെ ചേട്ടന്റെയും ചേട്ടത്തിന്റെ അടുക്കലാക്കാൻ? ഇവൾ എന്റെ കയ്യിലിരിക്കുന്ന കാണുമ്പോൾ നിനക്ക് അസൂയാണെന്ന്. അസൂയ മാത്രമല്ല, ഇപ്പൊ തന്നെ കണ്ടില്ലേ കുഞ്ഞിന് സുഖമില്ല. പക്ഷെ നീ നിന്റെ കാര്യം നോക്കുന്നത്. അപ്പൊ കെട്ടിയാലത്തെ കഥയോ? എനിക്കത് ആലോചിക്കാൻ കൂടി വയ്യ. ഇനി ഈ കാര്യം പറഞ്ഞ് മീര് എന്നെ കാണാൻ വരരുത്. അത് നടക്കില്ല. എനിക്കത് ഇഷ്ടമല്ല. മീനാക്ഷി, ഒടുവിൽ നിനക്ക് വേണ്ടി ഞാനത് പറഞ്ഞു. കാണാൻ വരരുതെന്ന്, വിവാഹം കഴിക്കില്ലെന്ന്.